മലയാള സിനിമയിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായ 7 നടിമാർ. പൂർണിത കാട്ടുചെമ്പകം എന്ന ജയസൂര്യ ചിത്രത്തിലൂടെയാണ് ആദ്യമായി മലയാള സിനിമയിൽ എത്തുന്നത്. പിന്നീട് മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലും പൂർണിത അഭിനയിച്ചു. പൂർണിതയുടെ അവസാന മലയാള ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ പരുന്ത് എന്ന സിനിമ. അതിനുശേഷം പൂർണിതയെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. സുജ കാർത്തിക മലയാളത്തിൽ 20ഓളം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് സുജ കാർത്തിക. കൂടുതലും സിനിമകളിൽ നടീനടന്മാരുടെ സഹോദരിയായാണ് താരം എത്തിയിട്ടുള്ളത്. മലയാളി മാമനു വണക്കം എന്ന സിനിമയിലൂടെയാണ് സുജ കാർത്തിക അഭിനയ രംഗത്ത് എത്തുന്നത്. 2007 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രമായ നാദിയ കൊല്ലപ്പെട്ട രാത്രിയാണ് സുജ കാർത്തികയുടെ അവസാന ചിത്രം. അതിനുശേഷം താരത്തെ മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. സുരഭി ചെങ്കോൽ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് കടന്നു വന്ന നടിയാണ് സുരഭി. മലയാളത്തിൽ ഒരേയൊരു ചിത്രത്തിൽ മാത്രം അഭിനയിക്കാനാണ് സുരഭിക്ക് ഭാഗ്യം ലഭിച്ചത്. പിന്നീട് കന്നഡ, തെലുങ്കു സിനിമകളിൽ അഭിനയിച്ചെങ്കിലും സുരഭിയുടെ ആദ്യത്തെയും അവസാനത്തെയും മലയാള ചലച്ചിത്രമായിരുന്നു ചെങ്കോൽ. ആതിര ഭർത്താവ് ഉദ്യോഗം എന്ന സിനിമയിലെ പുതുമുഖ നടിയായിരുന്നു ആതിര. ജഗദീഷിന്റെ നായികയായി എത്തിയ ആതിര ഒരേയൊരു മലയാള സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചത്. മധുരിമ മൈ ഡിയർ മുത്തച്ഛൻ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ മധുരിമയുടെ അരങ്ങേറ്റം. കൂതറ എന്ന സിനിമയിലൂടെയാണ് മധുരിമ അവസാനമായി അഭിനയിച്ചത്. പിന്നീട് ബോളിവുഡിൽ 2 ഗസ്റ്റ് റോളുകൾ താരം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ താരത്തെ കാണാറില്ല. രൂപിണി നാടുവാഴികൾ എന്ന ചിത്രത്തിലെ നായികയായിട്ടാണ് രൂപിണി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ഏതാനും സിനിമകളിൽ അഭിനയിച്ച താരം അവസാനമായി അഭിനയിച്ച സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ എന്നതായിരുന്നു. ചഞ്ചൽ എന്ന് സ്വന്തം ജാനിക്കുട്ടി, ഓർമ്മച്ചെപ്പ് എന്നീ സിനിമകളിൽ അഭിനയിച്ച ചഞ്ചൽ എന്ന നടിയെ പ്രേക്ഷകർ മറക്കാൻ സാധ്യതയില്ല. ഇടക്കാലത്ത് ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും അവരെക്കുറിച്ചുള്ള അധിക വിവരങ്ങൾ ആർക്കും അറിയില്ല.